കെ സുധാകരനെ പോലെ കരുത്തനായ ഒരു KPCC പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരിൽ ആരെങ്കിലും ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. എന്ന് മാത്രമല്ല, ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരു KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ എടുക്കുന്ന തീരുമാനം അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമായിരിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടും എന്ന് തീർച്ചയാണ്. 18%-നും 20%-നും ഇടയിലായിരിക്കും കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം. പല കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു. CPM ആവട്ടെ BJPയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. CPM ചില നേതാക്കളെ BJPക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റായി മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും എത്തിയാൽ, അതും 2 ചെറുപ്പക്കാരെത്തിയാൽ, കോൺഗ്രസിലെ ഹിന്ദു നേതൃത്വത്തിനുണ്ടാകുന്നത് ചില്ലറ അസ്വസ്ഥതയാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ പോലെ ജാതിയും മതവും നോക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും ഹിന്ദു നേതൃത്വത്തെ തൽക്കാലം ഒഴിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു.